നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സൂപ്പർ ചായ, ജീവൻസ് ചായ, ജീവൻസ് ടീ, KK ബിൽഡിംഗ്, മേട്ടുപാളയം സ്ട്രീറ്റ്, പാലക്കാട്. ഫോൺ 9778208704. മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികൾ പ്രതിപക്ഷ നേതാവ് VD സതീശന് നിവേദനം നൽകി. മലമ്പുഴ ഉദ്യാനത്തിലെ 60 വയസ്സ് തികഞ്ഞ HR തൊഴിലാളികളെ പിരിച്ചുവിടുന്ന നടപടി പിൻവലിക്കുക, PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക, മിനിമം കൂലി 750 രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനം പ്രതിപക്ഷ നേതാവ് VD സതീശന് മലമ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നൽകി. ഉദ്യാനത്തിന് വരുമാനം ലഭിക്കുന്ന കുട്ടികളുടെ ട്രെയിൻ പ്രവർത്തിക്കുന്നില്ല. ജലധാരകൾ പലതും പ്രവർത്തനരഹിതമാണ്. ഉദ്യാനത്തിലെ പൂന്തോട്ടത്തിൽ പലയിടത്തും പുല്ല് നിറഞ്ഞ് പൊന്തക്കാടായി മാറിയിരിക്കുകയാണെന്നും തൊഴിലാളികൾ VD സതീശനോട് പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടെത്താമെന്ന് അദ്ദേഹം തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകി. കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത ആനക്കൽ വിജയൻ്റെ വീട് സന്ദർശിക്കാൻ പോകും വഴിയാണ് ഉദ്യാനത്തിനു മുമ്പിൽ കാറ് നിർത്തി തൊഴിലാളികളെ അദ്ദേഹം കണ്ടത്. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, UDF നിയോജകമണ്ഡലം ചെയർമാൻ കോയക്കുട്ടി, കൺവീനർ ശിവരാജേഷ്, മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് A. ഷിജു, മുൻ മണ്ഡലം പ്രസിഡന്റ് MC സജീവൻ, മണ്ഡലം സെക്രട്ടറിമാരായ നാച്ചിമുത്തു, വിജയൻ, വേലായുധൻ, രാജൻ, ശ്രീകുമാർ, പഞ്ചായത്ത് അംഗം ഹേമലത എന്നിവർ നേതൃത്വം നൽകി. പരാതികളുടെ പെരുമഴ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് മുമ്പിൽ ജനങ്ങൾ അവതരിപ്പിച്ചത്. മലമ്പുഴയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ മുൻ മണ്ഡലം പ്രസിഡന്റ് MC സജീവൻ വിശദീകരിച്ചു. അദ്ദേഹം ഓരോരുത്തരെയും പ്രത്യേകം ഷെയ്ക്കൻഡ് കൊടുത്തുകൊണ്ട് വിവരങ്ങൾ ആരായുകയും പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പ്രതിപക്ഷ നേതാവിനെ ഉദ്യാന കവാടത്തിന് മുന്നിൽ നിന്നും യാത്രയാക്കിയത്. അമ്മമാർക്കും മറ്റും വളരെ സന്തോഷമായി. അതെ, EPF ഇതൊന്നും പിടിക്കുന്നില്ല, യാതൊരുവിധ PF ESI ഒന്നുമില്ല. ഡെയിലി തരുന്നത് ഇപ്പോൾ 630 2.5 മാസത്തിൽ 13 ദിവസമാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തരുമോ? ഒരു ദിവസം എത്ര പേര് വേണം? മൊത്തം എത്ര പേരുണ്ട് ഇപ്പോൾ? ഒരു പാലം തകർന്നാണ് ഇത് നിങ്ങളുടെ കേസ് പ്രത്യേകമായിട്ട് നോക്കി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നോക്കാൻ മനസ്സിലായി. ഒരു ആനുകൂല്യം മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം മണ്ഡലം സെക്രട്ടറി കിട്ടാനും പൈസ കിട്ടാനും ഇവിടെ വരുമാനം ഇല്ലല്ലേ? ഒഴിവായി കിടക്കണോ? കുട്ടികളുടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ട് കിടക്കണം. അതൊന്നും അവര് ഞങ്ങൾ ചെയ്യാവുന്ന പണികൾ ചെയ്യിപ്പിക്കുക പോവുക, അങ്ങനെ രൂപയുടെ പണി. നമ്മളെ ഗവൺമെന്റിന്റെ സമയത്താണ് 23 കോടി രൂപയുടെ പദ്ധതി ആദ്യമായിട്ട് ആവിഷ്കരിക്കുന്നത്. ആദ്യം കേന്ദ്രം 8.25 കോടി പ്രാദേശിക വികസനത്തിന് കൊടുത്തിട്ടും പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്താണ് 23 കോടി രൂപയുടെ വരുന്നത്. പിന്നെ ഇന്ന് വരെ യാതൊരു ഇല്ല. അത് അവരുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നും നടക്കുന്നില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ്. നിങ്ങളുടെ കാര്യത്തിൽ നമുക്കൊന്നും നന്നായിട്ട് പരമാവധി നോക്കാം. ഞാൻ ഇവരെ അറിയിക്കും എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇവിടെ തന്നെ മണ്ഡലത്തിൽ തന്നെയാണ്. പരമാവധി നോക്കാം. എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ കേട്ടാ. കുറേ പേര് നേരിടുവാണ് അല്ലേ? നോക്കാം കേട്ടാ.